ഫ്രണ്ട്സ്, സെൽവമണി സെൽവരാജ് ഡയറക്ട് ചെയ്ത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള കാന്ത എന്ന് പറഞ്ഞ മൂവി ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്റെ റിവ്യൂ, എനിക്ക് തോന്നിയ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സിനിമയ്ക്കകത്ത് സിനിമ പറയുന്ന ഒരു കഥയാണ് കാന്ത എന്ന് പറയുന്ന മൂവി. അതുപോലെ തന്നെ അതിലെ നായിക എന്ന് പറയുന്നത് ഭാഗ്യശ്രീയാണ്. റാണ ദഗുപതി, സമുദ്രകനി, ദുൽഖർ സൽമാൻ, റാണ ദഗുപതി. നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വേഷങ്ങൾ ഇവരുടേതാണ്. ഇതിലെ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള ദുൽഖർ സൽമാൻ അഭിനയത്തിന്റെ പീക്ക് ലെവലാണ്. ഒരു അഭിനയ ചക്രവർത്തി എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വിന്റേജ് ക്യാരക്ടർ എങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാം എന്നുള്ളത് നമുക്ക് ആ സിനിമ ആദ്യം തുടക്കം മുതൽ അവസാനം വരെയും അതിൽ ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ തിയേറ്റർ നിറഞ്ഞ കയ്യടിയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ദുൽഖറിന്റെ ആക്ടിംഗ് ആണ് ആ ഒരു ലെവലിലോട്ട് ക്യാരക്ടേഴ്സിനെ, അതായത് ഇരിക്കുന്ന ഓഡിയൻസിനെ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് ആ സിനിമയിൽ ദുൽഖർ ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനൊപ്പം പിടിച്ചു നിൽക്കുന്ന സമുദ്രകനിയും അതുപോലെ തന്നെ റാണ ദഗുപതി എല്ലാരും നല്ല രീതിയിൽ. ഇടയ്ക്ക് ഒരു സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു ചെറിയ ലാഗിംഗ് ഉണ്ട്. ആ ലാഗിംഗ് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ദുൽഖറിന്റെ ആക്ടിംഗ് ലെവൽ വരുമ്പോൾ പല ഭാഗത്തും നിറഞ്ഞ കയ്യടിയാണ്. ഞാൻ തമിഴിലാണ് കണ്ടത്, മലയാളത്തിലല്ല. അപ്പം തമിഴ് ഇഷ്ടമുള്ളവര്, തമിഴ് ഫിലിം ഇഷ്ടം ആയിട്ടുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. ചെറിയ ലാഗിംഗ് അവിടെ അനുഭവപ്പെടും, കാരണം വിന്റേജ് ടൈമിലുള്ള ഒരു മൂവിയാണ്. അപ്പൊ ആ മൂവി അങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി. നല്ല അഭിനയം. ദുൽഖറിനെ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഒന്നും പറയാനില്ല. പീക്ക് ലെവൽ ആക്ടിംഗ് ആണ്.